بسم الله الرحمن الرحيم. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 995 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 40 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 40 മുതൽ 44 വരെയുള്ള ഭാഗമാണ്, ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ മദീനയിൽ നിന്നുള്ള ഈജിപ്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം നിർവഹിച്ച ആ യാത്ര, ആ മടക്കയാത്ര, പ്രവാസം അവസാനിപ്പിച്ച് സ്വദേശത്തേക്ക് മടങ്ങുന്ന ആ യാത്രക്കിടയിലാണ് അദ്ദേഹം ഒരു തീ കാണാനിടയാവുകയും തീന്റെ അടുക്കൽ ചെന്ന് ഒരു തീക്കൊള്ളി സംഘടിപ്പിക്കുക അല്ലെങ്കിൽ തുടർ യാത്രക്കുള്ള വഴി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയും അവിടെ വെച്ച് അള്ളാഹു അദ്ദേഹത്തെ വിളിച്ച് നേരിട്ട് സംസാരിക്കുകയും ചെയ്ത ആ സംഭവങ്ങളാണ് സൂറത്ത് ത്വാഹയിൽ നമ്മൾ വായിക്കുന്ന ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ചില ആയാത്തുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞേക്കുന്ന, അത് സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായത്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് വായിച്ചു വെച്ച ആയത്തുകൾ. മൂസ അലൈഹിസ്സലാമിന് നേരത്തെയും ചില കരുതലും ഔദാര്യവും ഒക്കെ അള്ളാഹു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്.
ഇപ്പോ അള്ളാഹു ഒന്ന് രണ്ട് ശ്രദ്ധയർഹിക്കുന്ന ആയത്തുകൾ, മുഅ്ജിസത്തുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഫറോവയുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. അക്കാര്യം സൂചിപ്പിക്കുന്നതിനിടയിൽ അള്ളാഹു പറയുകയുണ്ടായത് വലഖദ് മനന്ന അലൈക മർറത്തൻ ഉഖ്റ, നേരത്തെയും ഒരു വട്ടം, അല്ലെങ്കിൽ നേരത്തെയും ഇതിനു മുമ്പും മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, ഇതിനു മുമ്പും മൂസയെ നിനക്ക് നാം ചില ഔദാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഉമ്മാക്ക് വളരെ വ്യത്യസ്തമായ ഒരു വെളിപ്പാട് നൽകിയ ആ സംഭവം, കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒരു താബൂത്തിലാക്കി പുഴയിൽ ഒഴുക്കാനും, പുഴയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പെട്ടി, കുഞ്ഞിനെ വെച്ചിട്ടുള്ള ആ പെട്ടി, അത് ഓളം തെന്നി തെന്നി തീരത്തേക്ക് എത്തിക്കുമെന്നും അതിനെ എന്റെ ശത്രുവും ആ കുഞ്ഞിന്റെ ശത്രുവുമായ ഒരുവൻ അവിടെ നിന്ന് എടുത്ത് വളർത്തുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് അള്ളാഹു പ്രത്യേകമായി മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ നേരത്തെ കാണിച്ച ഔദാര്യമായിട്ട് ഇവിടെ വിശദീകരിക്കപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നത്, നിനക്കായി ഞാൻ പ്രത്യേകമായ സ്നേഹവാത്സല്യങ്ങൾ ചൊരിഞ്ഞു തരികയുണ്ടായി. എന്റെ മേൽനോട്ടത്തില്, എന്റെ കൺവട്ടത്ത് വളർന്നു വരാൻ വേണ്ടി, വളർത്തപ്പെടുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഫറോവയുടെ കൊട്ടാരത്തിൽ, എന്നാൽ ഉമ്മായുടെ സാന്നിധ്യത്തിലും അതേപോലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിലുമൊക്കെയായിട്ട് വളർത്തപ്പെടാൻ അള്ളാഹു സാഹചര്യമൊരുക്കി എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് ആ സംഭവത്തിന്റെ വിവരണത്തിന്റെ ബാക്കി ഭാഗം നൽകുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ. ഇത് തംശി ഉഖ്തുക, ഓർക്കേണ്ടതിന്റെ പ്രത്യേകം, നിന്റെ സഹോദരി അങ്ങനെ നടന്നു പോവുകയായിരുന്നല്ലോ. പുഴയിലൊഴുക്കിയ മൂസ അലൈഹി ഇസ്ലാം ഒരു ശിശു എന്നുള്ള നിലക്ക്, ചെറിയ പിഞ്ചു പൈതൽ എന്നുള്ള നിലക്ക് ആ ഘട്ടത്തില് ഒരു മരത്തിന്റെ പെട്ടിയിൽ ആക്കിയിട്ട് കുഞ്ഞിനെ പുഴയിലൂടെ ഒഴുക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പൊ ഈ ഓളം തെന്നിക്കൊണ്ടുപോകുന്ന ആ മരത്തിന്റെ പെട്ടി, ആ പെട്ടി എങ്ങോട്ട് ഒഴുകിപ്പോകുന്നു, എവിടെ എത്തുന്നു, അത് ആരുടെ ശ്രദ്ധയിലാണ് ചെന്ന് പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി ആ പെട്ടിയുടെ പുറകെയായി തന്നെ ഇങ്ങനെ തീരത്തുകൂടി നടക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ആ സഹോദരിയെ അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയതാവണം. പുഴയിലൊഴുക്കി എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത കാര്യമാണ്. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഫറോവയുടെ കിരാതമായ നടപടികളിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അതിന് വളരാൻ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ നിർദ്ദേശമാണ്. എന്നാൽ സ്വാഭാവികമായ ഭയാശങ്കകള് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെയും പിടികൂടുന്നുണ്ടാവണം. അതുകൊണ്ട് പുഴയിലൊഴുക്കിയ ആ പെട്ടിയിലുള്ള തന്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കാണാൻ, നിരീക്ഷിക്കാൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയെ അവര് ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി അങ്ങനെ നടന്നു നീങ്ങിയ കാര്യം അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇത് തംശി ഉഖ്തുക, നിന്റെ സഹോദരി അങ്ങനെ നടക്കുകയായിരുന്നപ്പോ, ഫതഖൂലു, അങ്ങനെ അവൾ ചെന്ന് പറയുകയാണ്, ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹു,
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടക്ക് അനുമാനിക്കാവുന്ന കുറെ കാര്യങ്ങള് ആളുകൾക്ക് സ്വാഭാവികമായ നിലക്ക് തന്നെ അനുമാനിക്കാൻ വേണ്ടി അള്ളാഹു പറയാതെ വെക്കുകയാണ്. അത് തൊട്ട് മുകളിലുള്ള ആയത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെയും അവന്റെയും ശത്രുവായ ഒരുവൻ അവനെ ആ നദീതീരത്ത് നിന്ന് എടുക്കും എന്നൊരു സൂചന നേരത്തെ നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യം നടന്നു എന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി തീരത്തുകൂടി അങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഫതഖൂലു, അങ്ങനെ ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ താബൂത്ത് തീരത്ത് നിന്ന് എടുത്ത ആ ദമ്പതികളോട്, അത് ചരിത്രപരമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഫറോവയും പത്നിയുമാണ്. അവര് തീരത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് കുഞ്ഞ് അടങ്ങിയിട്ടുള്ള ആ പെട്ടി അതിലൂടെ ഒഴുകിയെത്തിയത്. അപ്പൊ അവരത് എടുക്കുകയും അതില് അവർക്ക് വളരെ ഇമ്പം തോന്നിയ ഒരു കുഞ്ഞിനെ കാണാൻ ഇടയാവുകയൊക്കെ ചെയ്തു. അവരതിനെ കൂടെ നിർത്തണം, വളർത്തണം, കൊട്ടാരത്തിൽ തന്നെ തങ്ങളോടൊപ്പം പരിചരിച്ചുകൊണ്ട് വളർത്തണം എന്നൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്പരം അവരുടെ നിലപാട് വ്യക്തമാക്കുകയും അങ്ങനെ കുഞ്ഞിനെ പരിചരിക്കാൻ, കുഞ്ഞിന് വേണ്ട കെയർ കൊടുക്കാൻ പറ്റിയ ആളുകളെ കിട്ടുമോ എന്നത് ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി നടന്നെത്തുന്നത്. അപ്പോ ഫതഖൂലു, അവൾ പറയുകയാണ്, അവൾ അവരോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹു, ഈ കുഞ്ഞിനെ നന്നായി പരിചരിക്കാൻ സന്നദ്ധതയുള്ള ഒരു കൂട്ടരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഈ കുഞ്ഞിനെ ഏറ്റവും നല്ല വിധത്തിൽ പരിചരിക്കാൻ കഴിയുന്ന, ആ കുഞ്ഞിനെ മുലയൂട്ടുവാനും ആ കുഞ്ഞിന്റെ ആ ശൈശവാവസ്ഥയിൽ അതിനെ കെയർ ചെയ്യാനൊക്കെ ഏറ്റവും സന്നദ്ധമാവുന്ന, ഏറ്റവും നല്ല നിലക്ക് അത് ചെയ്യാൻ സന്നദ്ധരാവുന്ന ഒരു ആളെ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരട്ടെ എന്നതാണ് ചോദ്യം. റജാനാക്ക, എന്നിട്ട് പിന്നെ അതിന്റെ ഉത്തരവൊന്നും ഇവിടെ പറയുന്നില്ല. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത് എന്നുള്ള അതിന്റെ പിന്നീടുള്ള മുഖ്യമായ ഒരു കാര്യത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഫറജാനാക്ക, ഈ വിധത്തില് നാം നിന്നെ തിരികെ എത്തിച്ചു, ഇലാ ഉമ്മിക്ക, നിന്റെ ഉമ്മായിയുടെ അടുക്കല്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി നേരത്തെ ആ കുഞ്ഞിനെ പരിചരിക്കാൻ ആരെ കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ദമ്പതികളോട് പരാമർശിച്ച ആ കുഞ്ഞിനെ പരിചരിക്കാൻ സന്നദ്ധതയുള്ള ആള് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ തന്നെയായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫറജാനാക്ക, ആ വിധത്തിൽ നാം നിന്നെ തിരികെ എത്തിച്ചു, ഇല ഉമ്മിക്ക, നിന്റെ ഉമ്മായിയുടെ അടുക്കലേക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ കുഞ്ഞിനെ പരിചരിക്കാൻ സന്നദ്ധയാണ് എന്ന വിധത്തില് ഈ സഹോദരിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സഹോദരി സൂചിപ്പിച്ച വിധത്തില് ഫറോവ അത് അംഗീകരിക്കുകയും അവരെ വിളിപ്പിക്കുകയും ചെയ്തു കാണണം. അപ്പൊ ഫറജാനാക്ക ഇലാ ഉമ്മിക്ക, അങ്ങനെ ഈ കുഞ്ഞ് വീണ്ടും മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായിയുടെ കരങ്ങളിൽ തന്നെ എത്തുന്നു എന്നതാണ് അതിലെ ശ്രദ്ധേയമായ ഒരു ദൈവിക ഇടപെടൽ. അപ്പൊ അത് സംബന്ധമായിട്ടൊക്കെ പല കഥകളും ഇസ്രായേലി സ്രോതസ്സുകളിൽ കാണാൻ കഴിയും. ഈ കുഞ്ഞിനെ പരിചരിക്കാൻ ഫറോവ പല സ്ത്രീകളെയും പരിഗണിച്ചു. പക്ഷെ അവരൊന്നും എടുത്ത് പരിചരിക്കാൻ നോക്കിയിട്ട് കുഞ്ഞ് കരച്ചിലടക്കുന്നില്ല. അവരാരും തന്നെ ഈ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സൂചനകളൊന്നും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. ഈ കുഞ്ഞിനെ പരിചരിക്കാൻ, ഈ കുഞ്ഞ് കരച്ചിലടക്കാനൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരാളെ വേണം എന്നുള്ള നിലക്കാണ് അവർ വീണ്ടും ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും ചേർച്ചയുള്ള വിധത്തില് ഒരാളെ ഒത്തുകിട്ടുന്നത്
ഈ പെൺകുട്ടി അവരോട് നിർദ്ദേശിച്ച പ്രകാരം എത്തിയ സ്ത്രീയാണ്. ആ സ്ത്രീ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ തന്നെയായിരുന്നു എന്നതാണ് അതിലെ ദൈവികമായ നടപടിയുടെ ഒരു രഹസ്യം. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനുമായിട്ട് ചെയ്ത ഒരു വലിയ ഔദാര്യവും അനുഗ്രഹവുമായിരുന്നു. ഫിറോൻ അറിയുന്നില്ല ഈ കുഞ്ഞിന്റെ മാതാവ് തന്നെയാണ് ഈ കുഞ്ഞിനെ പരിചരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന കാര്യം ഫിറോൻ അറിയാൻ അവസരം ഉണ്ടാവുന്നില്ല. ആ വിധത്തിലാണ് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. ഫറജഅനാക ഇല ഉമ്മിക, അങ്ങനെ നിന്നെ ഞാൻ നിന്റെ ഉമ്മായുടെ അടുക്കിലേക്ക് തന്നെ തിരികെ എത്തിച്ചു. കൈ തഖറ ഐനുഹ, അവരുടെ കണ്ണുകൾക്ക് കുളിർമ ഉണ്ടാകാൻ വേണ്ടി. സ്വന്തം പുത്രൻ അല്ലെങ്കിൽ സ്വന്തം ശിശു കൈവിട്ടു പോയതാണ്. പ്രതികൂലമായ ആ സാഹചര്യത്തിൽ ആ കുഞ്ഞിന്റെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന വിധത്തില് അള്ളാഹുവിന്റെ മാർഗദർശന പ്രകാരം അവര് കുഞ്ഞിനെ പെട്ടിയില് പുഴയിൽ ഒഴുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോ കുഞ്ഞിനെ അവരുടെ കൈകളിലേക്ക് തന്നെ അള്ളാഹു തിരികെ എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണമായിട്ട് അള്ളാഹു പറയുന്നത് കൈ തഖറ ഐനുഹ, അവളുടെ കണ്ണുകൾക്ക് കുളിർമ അനുഭവപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നാണ്. കുഞ്ഞിന് മാതാവിന് ആവശ്യമുള്ള പോലെ തന്നെ ഒരു വലിയ വൈകാരികതയുടെ ഒരു തലമാണ് മാതാവിന് കുഞ്ഞിനെയും ആവശ്യമുണ്ട് എന്നത്. അപ്പൊ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും മാതാവിന് നഷ്ടപ്പെടുന്നതിൽ കുഞ്ഞിന് അടക്കാനാവാത്ത വിഷമവും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ആദിയാണ് മാതാവിന് കുഞ്ഞിനെ കൈവിട്ടു പോകുമ്പോൾ. അതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പ്രകടമാവുക. കുഞ്ഞിന് വിശപ്പും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഒക്കെ കാരണമായിട്ടുള്ള അസ്വസ്ഥതകളായിരിക്കും കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നതെങ്കിൽ വളരെ വൈകാരികതയുള്ള ഒരു വിഷമം, ഒരു ദുഃഖം കുഞ്ഞിന്റെ മാതാവായിരിക്കണം പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ കൈ തഖറ ഐനുഹ, അവരുടെ കണ്ണുകളെ കുളിർമയുള്ളതാക്കുന്നതിന് വേണ്ടി, കണ്ണുകൾക്ക് കുളിർമ പകരുന്നതിന് വേണ്ടി നാം നിന്നെ നിന്റെ ഉമ്മായുടെ അടുക്കലിൽ തന്നെ തിരികെ എത്തിക്കുകയുണ്ടായി. ഉമ്മ കൊട്ടാരത്തിലേക്ക് വന്നതാണ്. ഉമ്മ ഈ കുഞ്ഞിനെ പരിചരിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് വേതനം പറ്റിക്കൊണ്ട്, ശമ്പളം പറ്റിക്കൊണ്ട്, കൂലി വാങ്ങിക്കൊണ്ടാണ് അത് നിർവഹിക്കുന്നത് എന്നത് ഒക്കെ നമുക്ക് ഈ കഥയുടെ വിശദാംശങ്ങളായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം കുഞ്ഞിന്റെ ഉമ്മയായിട്ടല്ല എത്തുന്നത്, കുഞ്ഞിനെ പരിചരിക്കാൻ വേണ്ടി എത്തുകയാണ്. അത് രാജാവിന്റെ ആവശ്യത്തിന് വേണ്ടി, രാജാവ് ആവശ്യപ്പെട്ട പ്രകാരം എത്തുകയാണ്. അപ്പൊ അതിലൊക്കെ ഉള്ള ദൈവികമായ ഒരു ആസൂത്രണം വളരെ ശ്രദ്ധേയമാണ്. അപ്പോ കൈ തഖറ ഐനുഹ വലാ തഹ്സൻ, അവരുടെ കണ്ണുകൾക്ക് കുളിർമ ഉണ്ടാകുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ അവര് ദുഃഖിതയാവാതിരിക്കാൻ വേണ്ടി, അവർക്കൊരു ആദിയായിട്ട് ആ സന്താന നഷ്ടം അവരെ കീഴ്പ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു കുഞ്ഞിനെ ഈ മാതാവിന്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തിക്കുകയുണ്ടായത്. വലാ തഹ്സൻ, അവര് ഹുസ്നുള്ള ദുഃഖിതയായ അവസ്ഥയിലാവാതിരിക്കാൻ വേണ്ടിയുമാണ്. ഖതൽത നഫ്സൻ, അതിനെ തുടർന്ന് അള്ളാഹു മറ്റൊരു സംഭവം സൂചിപ്പിക്കുകയാണ്. ഇതുകൂടി ഓർക്കണം. മൂസ അലൈഹി സ്വലാമിനെ പിന്നിട്ട കാലഘട്ടം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു. അദ്ദേഹം പിറവിയെടുത്ത കാലം തന്നെ വളരെ സങ്കീർണതയുള്ളതായിരുന്നു. വളരെ അരക്ഷിതമായ അവസ്ഥയാണ് ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺകുട്ടികൾക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി സംരക്ഷണ ചുമതല അള്ളാഹുവിന്റെ ശത്രുവും മൂസ അലൈഹിസ്സലാമിന്റെ ശത്രുവുമായ ഒരുവനെ തന്നെ
ഏൽപ്പിക്കുകയും എന്നിട്ട് അവന്റെ കഫാലത്തിൽ നിൽക്കുന്ന ഘട്ടത്തില് തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ കുഞ്ഞിനെ പരിചരിക്കാൻ വേണ്ടി അവിടെ എത്തിക്കുകയൊക്കെ ചെയ്തു എന്നത് വളരെ ശ്രദ്ധേയമായ ദൈവിക ഇടപെടലാണ്. അതേപോലെ ഓർക്കേണ്ട ഒരു കാര്യമാണ് വഖതൽത നഫ്സൻ, നീ ഒരാളെ വധിക്കുകയുണ്ടായി. അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ സംഭവമാണ്. മൂസ അലൈഹി ഇസ്ലാം ഒരു മുതിർന്ന യുവാവായ ഘട്ടത്തിലാണ് ആ ഒരു സംഭവം ഉണ്ടാവുന്നത്. വഖതൽത നഫ്സൻ, ഞാൻ കഴിഞ്ഞ ദിവസം അത് ചില വിശദാംശങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവച്ചതാണ്. വഖതൽത നഫ്സൻ, നീ ഒരാളെ വധിക്കുകയുണ്ടായി. ഫനജ്ജയ്നാക മിനൽ ഗം, അതിനെ തുടർന്ന് ആ മനോവിഷമത്തിൽ നിന്ന് നാം നിന്നെ മോചിപ്പിക്കുകയും ചെയ്തു. മൂസ അലൈഹി സ്വലാം ഉദ്ദേശപൂർവം ചെയ്ത ഒരു കാര്യമല്ല ആ വധം എന്ന് പറയുന്നത്. അയാൾ കൊല്ലപ്പെട്ടു എന്നത് നേരാണ്, അയാൾ മരിച്ചുപോയി. പക്ഷെ അയാൾ മരിക്കാൻ വേണ്ടി, അയാൾ കൊല്ലപ്പെടാൻ വേണ്ടി മൂസ അലൈഹി സ്വലാം ഉദ്ദേശപൂർവം എന്തെങ്കിലും ചെയ്തതല്ല. ഒരു ഏറ്റുമുട്ടല് നടക്കുന്ന ഘട്ടത്തിൽ അതിൽ ഇടപെട്ട് അതില് അവർക്കിടയിൽ ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഇടപെടൽ കാരണമായി അയാള് ഒരുപക്ഷെ പ്രഹരമേറ്റ് മരിച്ചുപോയി. അത് വളരെ അവിചാരിതമായി ഉദ്ദേശപൂർവമല്ലാതെ ഉണ്ടായ ഒരു സംഭവമാണ്. ഇത് പക്ഷേ മൂസ അലൈഹി ഇസ്ലാമിന് വലിയൊരു ട്രോമ ആയി മാറുകയാണ്. താൻ ഒരു കൊലപാതകിയായി എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യസനമുണ്ടാക്കിയ, ഗമ്മുണ്ടാക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹം അതിന്റെ ഡിപ്രഷനിലേക്ക് പോവുകയാണ് അത് കാരണമായി. ആ ഡിപ്രഷനിൽ നിന്ന് നാം താങ്കളെ മോചിപ്പിച്ചു, മുക്തനാക്കി എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ പറിച്ചു നട്ടുകൊണ്ടാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് മനസ്സിലെ ആ കുറ്റബോധം കാരണമായിട്ടുണ്ടായ ആദി, അതിൽ നിന്ന് മുക്തി നൽകുന്നത്. ഈജിപ്തിൽ തന്നെ അദ്ദേഹം തുടരുകയായിരുന്നെങ്കിൽ ഫറോവയുടെ ആളുകള് അദ്ദേഹത്തെ ദ്രോഹിച്ചില്ല എന്ന് തന്നെ വെക്കുക. അദ്ദേഹത്തെ അതിനെതിരിൽ പ്രതികാര നടപടിയെടുക്കും, ദ്രോഹിക്കും, അദ്ദേഹത്തിന്റെ കഥ കഴിക്കും എന്നൊക്കെയുള്ള താക്കീതും മുന്നറിയിപ്പും ഒക്കെ ഉണ്ടായപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് പോകുന്നത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് വെക്കുക. അദ്ദേഹത്തിന് ഈജിപ്തിൽ തന്നെ തുടരാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൽ ആ കുറ്റബോധം അങ്ങനെ നിരന്തരം പെരുകി വരികയും അത് എല്ലാ ഘട്ടങ്ങളിലും എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോ അത് സംബന്ധമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന വിഷാദം അത് കനപ്പെട്ടു വരികയും അദ്ദേഹത്തെ തന്നെ കീഴ്പ്പെടുത്തി കളയുകയും ചെയ്യും. അതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അത്തരം സാധ്യതകളെ ഇല്ലാതാക്കുന്നത് അള്ളാഹുവിന്റെ ഒരു നടപടിയിലൂടെയാണ്. ഒരു ആള് മൂസ അലൈഹി ഇസ്ലാമിനെ ആവുകയും അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാമിന് ഒരു താക്കീത് നൽകുകയും ചെയ്തതാണ് വളരെ പെട്ടെന്ന് തന്നെ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ, നാട് വിട്ടു പോകാൻ അദ്ദേഹത്തിന് പ്രേരണയാവുന്നത്. ലക്ഷ്യമൊന്നും അറിയാതെ, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് യാതൊരു ധാരണയുമില്ലാതെ അദ്ദേഹം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചു പൊയ്ക്കളയുകയാണ്. അങ്ങനെ ആ അലക്ഷ്യമായുള്ള യാത്രക്കിടയിലാണ് ഒരിടത്ത് വെച്ച് അദ്ദേഹം ഒരു കിണറിന്റെ അരികിൽ ആളുകൾ വെള്ളം കോരുന്നത് ശ്രദ്ധിക്കാൻ ഇടയാവുകയും 2 യുവതികള് അവിടെ വെള്ളമെടുക്കാൻ വേണ്ടി ആളുകളുടെ തിരക്ക് കഴിയാൻ മാറി നിൽക്കുന്നത് കാണാൻ ഇടയാവുകയൊക്കെ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി മൂസ അലൈഹി ഇസ്ലാം വെള്ളം കോരി കൊടുത്തു. ആ യുവതികള് സന്തോഷപൂർവം വീട്ടിലേക്ക് പോയി വാപ്പായോട് ഇങ്ങനെ വളരെ മാന്യനായ ഒരു മനുഷ്യൻ തങ്ങൾക്ക് വേണ്ടി ആ കിണറിൽ നിന്ന് വെള്ളം കോരി കൊടുത്ത കാര്യം വാപ്പായോട് പറയുകയും, എന്തായാലും നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചൊന്ന് ആദരിക്കണം, അദ്ദേഹത്തിന് ആ ചെയ്ത പണിക്കുള്ള കൂലി കൊടുക്കെങ്കിലും വേണം
എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെയാണ് അവരിലൊരാള് മൂസ അലൈഹി ഇസ്ലാമിനെ വാപ്പായുടെ അടുക്കിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരികെ വരികയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നു. അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം ഏറെ ആഗ്രഹിക്കുകയും ഷുഐബ് അലൈഹി ഇസ്ലാം സന്തോഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രിമാരിൽ ഒരാളെ മൂസ അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ആ വിവാഹ ഉടമ്പടിയുടെ ഭാഗമായിട്ട് തന്നെ 8-10 കൊല്ലം മദീനയിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യത്തിലായി കുടുംബസമേതം അവിടെ തങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ആ പിരീഡ് കഴിഞ്ഞ് പ്രവാസം അവസാനിപ്പിച്ച് മൂസ അലൈഹി ഇസ്ലാം മടങ്ങുന്ന ഘട്ടത്തിലാണ് അള്ളാഹു അദ്ദേഹത്തോട് ഈ വിധത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, ഈ ഒരു കൊലപാതകം നടത്താൻ സാഹചര്യമുണ്ടായി. ഖതൽത നഫ്സൻ, നീ ഒരാളെ വധിക്കുകയുണ്ടായല്ലോ. ഫനജ്ജൈനാക മിനൽ ഗം, അതിനെ തുടർന്ന് നീ കടുത്ത വിഷാദത്തിലായി എന്നൊരു കാര്യം ഇവിടെ പറയുന്നില്ല. കാരണം അത് വായനക്കാരന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ചേർത്ത് വായിക്കാൻ ചില വാചകങ്ങൾ എപ്പോഴും നമ്മൾ വായനക്കാര് ഖുർആൻ വായനയുടെ പ്രക്രിയയിൽ കൂടെ കരുതേണ്ടതുണ്ട്. ഖുർആന്റെ ശൈലി അങ്ങനെയാണ്. തീർത്ത് എല്ലാം പറയുക എന്നതല്ല, ചില കാര്യങ്ങളൊക്കെ വായനക്കാർക്ക് ചേർത്ത് വായിക്കാൻ ഒരു സ്പേസ് വിടുന്ന ഒരു ശൈലിയാണ് ഖുർആൻ പല കഥാകഥന മുഹൂർത്തങ്ങളിലും പ്രകടിപ്പിക്കുന്നത്. അപ്പോ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന ഖതൽത നഫ്സൻ, നീ ഒരാളെ വധിക്കുകയുണ്ടായല്ലോ. ഫനജ്ജൈനാക മിനൽ ഗം, അതിനെ തുടർന്ന് ആ വിഷാദത്തിൽ നിന്ന് നാം നിന്നെ മുക്തനാക്കി മോചിപ്പിക്കുകയുണ്ടായി. ഈ പ്രവാസമാണ്, ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യമാണ്, ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രിയെ പത്നിയായി കിട്ടിയതിലൂടെ ഉണ്ടായ മനസ്സമാധാനമാണ്. ആടുമേയ്ക്കല് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ മദീനയിൽ ദീർഘമായ ഒരു കാലം ചെലവഴിക്കാൻ കഴിഞ്ഞതാണ് മൂസ അലൈഹി ഇസ്ലാമില് ആ വിഷാദം ഇല്ലാതാക്കിയ പല ഘടകങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫനജ്ജൈനാക മിനൽ ഗം, ആ വിഷമം, ഒരു കൊലപാതകിയായി പോയി എന്നത്, ഒരു വധം നടത്തിയ ഒരാളായി എന്നത്, അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ ആഘാതം, അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏൽപ്പിച്ച ആ കുറ്റബോധം, അതിൽ നിന്ന് നാം മുക്തി നൽകി എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിടെ പറയുന്നത്. ഫനജ്ജൈനാക, നിന്നെ നാം രക്ഷപ്പെടുത്തിയെടുത്തു, മിനൽ ഗം, ആ വിഷാദത്തിൽ നിന്ന്. ഫതന്നാക ഫുതൂന, അതിനെ തുടർന്ന് വേറെയും ഒത്തിരി പരീക്ഷണങ്ങൾക്ക് നാം നിന്നെ വിധേയനാക്കി. ഫതന്നാക ഫുതൂന, ധാരാളം ഫിത്നകൾ, പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മൂസ അലൈഹി ഇസ്ലാമിന് മദിയൻ കാലഘട്ടത്തിലും തുടർന്നുമൊക്കെ അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയുണ്ടായി. അത് മൂസ അലൈഹി ഇസ്ലാമിലെ നന്മകളെ പരിപോഷിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ കരുത്തിനെ ഏറ്റവും ദൃഢമായതാക്കുന്നതിനൊക്കെ വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഫുതൂൻ എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്ന സംഭവം. ധാരാളം ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ വലിയ വെല്ലുവിളികള് അള്ളാഹു അദ്ദേഹത്തിന്റെ മുന്നിൽ എടുത്തിട്ടു. ആ വെല്ലുവിളികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉള്ള അതിനെ അസ്വസ്ഥപ്പെടുത്തുന്നതും അതേ സമയത്ത് അതിനെ ഓവർകം ചെയ്യുന്നതോടുകൂടി വലിയ കരുത്ത് നേടുന്നതുമായ അനുഭവങ്ങളാണ്. അത്തരം വലിയ പരീക്ഷണങ്ങൾ നാം നിനക്ക് നൽകുകയുണ്ടായി. ഫലബിത്ത സിനീന ഫീ അഹ്ലി മദിയൻ, ഫലബിത്ത സിനീൻ, നീ വർഷങ്ങൾ തന്നെ തങ്ങുകയുണ്ടായി. ഫീ അഹ്ലി മദിയൻ, മദിയൻകാരോടൊപ്പമായിട്ട്. മദിയൻ സമൂഹത്തില് അവരിൽ ഒരാളായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മരുമകനായിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം 8-10 വർഷങ്ങൾ തങ്ങുകയുണ്ടായി എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന കാര്യം. ആ ഒരു കാലഘട്ടവും മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തില് ഉറഞ്ഞുകൂടിയ വിഷാദത്തിന്റെ
ആ ഭീകരമായ പിടുത്തത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് ഉപകരിച്ച സംഗതികളിൽ പെട്ടതാണ്. സുമ്മ ജിഇത അലാ ഖദരി യാ മൂസ. എന്നിട്ട് പറയുന്നത്, മൂസ എന്നിട്ട് ഇപ്പോഴിതാ ഒരു നിയോഗം പോലെ, ഒരു നിശ്ചയം പോലെ നീ നമ്മുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള ഈ തയ്യാറാക്കൽ മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു വലിയ ചരിത്ര ദൗത്യം നിർവഹിക്കുന്നതിന് ഒരുക്കി തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. അതിന്റെ പരിസമാപ്തിയിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. എന്നിട്ട് അത് അള്ളാഹു വളരെ ആകർഷകമായ ഒരു ശൈലിയിലാണ് ഇവിടെ പറയുന്നത്. തുമ്മ ജിഇത അലാ ഖദരിൻ, നീ ഒരു നിയോഗം പോലെ എത്തിയിരിക്കുന്നു എന്നാണ്. ഖദർ എന്ന് പറഞ്ഞ ഒരു കാര്യം നിശ്ചയിച്ചത്, ഖദർ ഖലാഹു ഒക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോ അള്ളാഹുവിന്റെ നിശ്ചയങ്ങൾക്കും വിധിക്കും ഒക്കെയാണ് നമ്മൾ ഖദർ ഖലാ എന്നൊക്കെ പറയാറുള്ളത്. ഇവിടെ ഒരു ഖദർ എന്ന നിലക്ക്, ഒരു നിയോഗം എന്നുള്ള നിലക്ക്, ഒരു നിശ്ചയം എന്നുള്ള നിലക്ക് ഒഴിവാക്കാൻ കഴിയാത്ത, മൂസ അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും വേണ്ട എന്ന് വെക്കാൻ കഴിയാത്ത ഒരു കാര്യം, അദ്ദേഹം ആഗ്രഹിച്ച് നേടിയതൊന്നുമല്ല, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഇവിടെ എത്തിയതാണ്. ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു ഉൾവിളി എന്നുള്ള നിലക്കാണ്. സ്വന്തം ആളുകളുടെ അടുക്കിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം, ആ ഒരു കൊതി, പ്രതീക്ഷയോടുകൂടി അദ്ദേഹം പോവുകയാണ്. ഈജിപ്തില് തിരികെ എത്തുമ്പോ ഞാൻ അസ്വീകാര്യനാവുകയില്ല, അവിടെ വേട്ടയാടപ്പെടാൻ സാധ്യതയില്ല, ഈജിപ്തുകാര് എന്റെ പാതകം, ഞാൻ ചെയ്ത തെറ്റ് ഒക്കെ മറന്നു കാണും, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി ഇപ്പോ പഴയ ആളല്ലല്ലോ, ഇപ്പോ പുതിയ ഒരു ഫറോവയാണല്ലോ, അതുകൊണ്ട് പുതിയ ഫറോവ എന്റെ ആ കുറ്റം വലിയ ഗൗരവത്തിൽ കണ്ടുകൊള്ളണം എന്നില്ല എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിലേക്ക് മടങ്ങുന്നത്. അതിവഴിയില് അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചു വരുത്തും, ഇങ്ങനെ സംസാരിക്കും എന്നതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുകയോ സ്വപ്നത്തിൽ പോലും കരുതുകയോ ചെയ്ത കാര്യമല്ല. എന്നാൽ അള്ളാഹുവിന്റെ ഒരു ഖദർ എന്നുള്ള നിലക്ക് അത് സംഭവിച്ചിരിക്കുകയാണ്. പിന്നീട് അതിനുശേഷം ഒരു നിയോഗം എന്നുള്ള നിലക്ക്, ഒരു നിശ്ചയം എന്നുള്ള നിലക്ക്, ഒരു വേണ്ടുക എന്നുള്ള നിലക്ക് താങ്കൾ എത്തിയിരിക്കുകയാണ് മൂസ. വസ്തനാഅ്തുക ലിനഫ്സി, വസ്തനാഅ്തുക ലിനഫ്സി, താങ്കളെ നാം എന്റെ ആവശ്യത്തിനായിട്ട്, എന്റെ ദൗത്യത്തിനായിട്ട് ഒരുക്കി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇസ്തിനാൾ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരാളെ അല്ലെങ്കിൽ ഒരു സംഗതിയെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ഒരുക്കി തയ്യാറാക്കുന്നതിനാണ് ഇസ്തിനാൾ എന്ന് പറയുന്നത്. വസ്തനാഅ്തുക ലിനഫ്സി, സനാ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, നിർമ്മിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ വേറൊരു ഫോമാണ് ഇസ്തനാ എന്നത്. അപ്പോ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് ഒരാളെ ആസൂത്രണം ചെയ്ത് തയ്യാറാക്കി ഒരുക്കി കൊണ്ടുവരിക എന്ന ഒരു സൂചനയാണ് അതിലടങ്ങിയിട്ടുള്ളത്. വസ്തനാഅ്തുക ലിനഫ്സി, മൂസേ നിന്നെ ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ ദൗത്യം നിർവഹിക്കാനായി ഒരുക്കി തയ്യാറാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി വേണം മൂസ അലൈഹി ഇസ്ലാമിന് അദ്ദേഹം നിർവഹിക്കുന്ന ദൗത്യത്തിന് വേണ്ട ദാർഢ്യത കൈവരിക്കാൻ. ഇങ്ങനത്തെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് ഈ വിധത്തിലുള്ള ഒരു തന്റേടത്തോടു കൂടി ആ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരനായ ഭരണാധികാരിയുടെ അടുക്കലേക്ക് കയറി ചെല്ലാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. ജീവിതാനുഭവങ്ങളുടെ പാരുഷ്യം കൊണ്ട് അല്പം കാഠിന്യം നേടാൻ കഴിഞ്ഞ ഒരാൾക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. മൂസ അലൈഹി ഇസ്ലാമിനെ ആ വിധത്തില് അള്ളാഹു ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ലി നഫ്സി, എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ നിന്നെ ഒരുക്കി തയ്യാറാക്കുകയുണ്ടായി. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി, അതിനാൽ നീയും നിന്റെ സഹോദരനുമായിട്ട് എന്റെ ദൃഷ്ടാന്തങ്ങളോടുകൂടി പോവുക. വലാ തനിയ ഫീ ദിക്രി, ഇദ്ഹബ്
അൻത വ അഖൂക, നീയും നിന്റെ സഹോദരനും കൂടി പോവുക. ബി ആയാത്തി, നിങ്ങളുടെ പക്കല് എന്റെ ആയാത്തുകളുണ്ട്. ആ ആയാത്തുകൾ കൈമുതലാക്കിക്കൊണ്ട് അത് നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങളായിക്കൊണ്ട് നിങ്ങൾ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മുന്നിട്ട് ചെല്ലുക. വലാ തനിയ ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ യാതൊരു അമാന്തവും കാണിക്കരുത്. നിങ്ങൾ എന്നെ സ്മരിക്കുന്നവരായിക്കൊണ്ട് തന്നെ ദാക്കിറുകളായിട്ട് വേണം നിലകൊള്ളാൻ. അള്ളാഹുവിനെ കുറിച്ച് വിസ്മൃതിയിലായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ സാധിക്കുകയില്ല. എത്ര തിരക്കുള്ള ഘട്ടങ്ങളിലാണെങ്കിലും, എത്ര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്ന അവസരങ്ങളിലാണെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കുക എന്ന കാര്യം, അതിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് നമസ്കാരം. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആ കാര്യം വിട്ടുപോകരുത്. വലാ തനിയ ഫീ ദിക്രി, വിട്ടുപോവുകയല്ല, അതിലൊരു വീഴ്ചയും വരുത്തരുത്, ഒരു അമാന്തവും കാണിക്കരുത്. അങ്ങനെ നിറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മനസ്സിൽ നിറഞ്ഞ അവസ്ഥയിലാവണം നിങ്ങൾ ഈ ദൗത്യവുമായിട്ട് മുന്നേറേണ്ടത്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ ഇരുവരും ഫറോവയുടെ അടുക്കലേക്ക് പോകണം. തീർച്ചയായിട്ടും അവൻ വലിയ ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പലതവണ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഫറോവയെ കുറിച്ച് ഇന്നഹു തഗ എന്നാണ്. അവൻ കടുത്ത ധിക്കാരിയായിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ഫിറഔനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും നിസ്തുലമായ വിധത്തിൽ ധിക്കാരത്തിന്റെ ആഴവും വ്യാപ്തിയും പരപ്പും ഒക്കെ പരീക്ഷിച്ചറിഞ്ഞ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു ഫറോവ എന്നത് ഈ ആയത്തുകളുടെ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്ര സ്രോതസ്സുകൾ നമുക്ക് പകർന്നു തരുന്ന ഒരു വിവരണം മറ്റൊന്നും അല്ലതാനും. ഒരു ഇംഗ്ലീഷ് കവിതയില് ഫറോവയെ പരാമർശിക്കുന്ന ഒരു പ്രയോഗം, ചില പ്രയോഗങ്ങൾ, അത് പേഴ്സി ബി ഷെല്ലിയുടെ ഒരു കവിതയാണ്. അതിന്റെ തലക്കെട്ട് ഒസിമാൻഡിയാസ് എന്നാണ്. കിങ് ഓഫ് കിങ്സ് എന്ന് സ്വയം വിശേഷിപ്പിച്ച, ഞാൻ തന്നെയാണ് ദൈവം എന്ന് അവകാശപ്പെട്ട ഒരു ഭരണാധികാരി. അയാള് ലോകത്തെ ദിഗ്വിജയികളായ സാരഥികളോട് തന്റെ പടയോട്ടങ്ങളുടെയും തന്റെ പരാക്രമങ്ങളുടെയും ഒക്കെ ആ വ്യാപ്തിയും അതിന്റെ ആഴവും ഒന്നും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന വിധത്തിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീമ്പ് പറയുന്നത് നമുക്ക് ആ കവിതയിൽ കാണാൻ കഴിയും. 14 വരി മാത്രമുള്ള ഒരു കവിതയാണത്. ഒസിമാൻഡിയാസ് എന്നാണ് അതിന്റെ തലക്കെട്ട്. അതില് പി ബി ഷെല്ലി വളരെ കൃത്യമായിട്ട് ഈ ഫറോവയുടെ മനോഘടനയെ വിവരിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. അദ്ദേഹത്തിന്റെ ധിക്കാര മനസ്ഥിതി കാരണമായിട്ട് അദ്ദേഹം ലോകത്തെ വളരെ പ്രതാപികളും ശക്തന്മാരുമായ രാജാക്കന്മാരെയും സൈനിക മേധാവികളെയും മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വാചകമാണ് ഈ മൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലോകത്തെ അധികായന്മാരെ, നിങ്ങൾക്കൊന്നും ഞാൻ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ അടുത്ത് പോലും എത്താൻ സാധിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റത്തെ ഗർവവും ഗാംഭീര്യവും അഹങ്കാരവും ഒക്കെ നിഴലിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ഒരു രംഗം ആ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹു വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇന്നഹു ത്വഗ, ഖുർആനിൽ പലയിടത്തും ഈ സൂറത്തിൽ തന്നെ 3-ാമത്തെ തവണയോ മറ്റോ ആണ് ഈ പ്രയോഗം വരുന്നത്. ഇദ്ഹബ ഇലാ ഫിറഔന ഇന്നഹു ത്വഗ. അത് നൽകുന്ന സൂചന ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെസ്പോട്ടിക് ആയിട്ടുള്ള ഒരു ഭരണാധികാരി ഫറോവ ആണ് എന്നതായിരിക്കണം.
എന്തായാലും നിങ്ങൾ ഇരുവരും പോകണം ഫറോവയുടെ അടുക്കലേക്ക്, അവൻ വലിയ ധിക്കാരിയായിരിക്കുന്നു എന്നാണ് അള്ളാഹു വീണ്ടും അവരോട് പറയുന്നത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. അദ്ദേഹം ധിക്കാരിയൊക്കെ ആകും, പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും വീമ്പിളക്കല്ല വേണ്ടത്. വളരെ സൗമ്യമായി മയത്തില് അദ്ദേഹത്തോട് സംസാരിക്കണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. അയാളുടെ ആ അധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നിങ്ങൾ ലയ്യിനായ സംസാരം നടത്തണം. ലയ്യിനായ സംസാരം എന്ന് പറഞ്ഞാൽ മയമുള്ള, സൗമ്യതയുള്ള സംസാരം. കാരണം അത് പ്രതീക്ഷയോട് കൂടിയുള്ള ഒരു ഇടപെടലാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ആ സൗമ്യമായ സംസാരത്തിൽ ആകൃഷ്ടനായിട്ട് അയാൾ സത്യമാർഗത്തിലേക്ക് വന്നെന്ന് വരും, അയാൾ അള്ളാഹുവിനെ ഓർക്കുന്നവനായി എന്ന് വരും. അങ്ങനെ ഒരു സാധ്യത തുടക്കത്തിലേ നിങ്ങൾ റൂൾ ഔട്ട് ചെയ്തുകൊണ്ടല്ല പോവേണ്ടത്. തുടക്കത്തിൽ എത്ര ധിക്കാരിയായ ഭരണാധികാരിയും സ്വേച്ഛാധിപതിയും ഒക്കെ ആണെങ്കിലും അള്ളാഹുവിന്റെ സന്ദേശം അയാളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അയാളുടെ മുന്നിലേക്ക് നിങ്ങൾ എത്തുമ്പോ മയത്തില് സൗമ്യതയോടുകൂടിയാണ് അയാളോട് സംസാരിക്കേണ്ടത് എന്നതാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു പാഠം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ അയാളോട് വളരെ മയത്തില് സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു. അയാള് ഉപദേശം ഉൾക്കൊള്ളുന്നവനായി എന്ന് വരും, അയാള് ഓർമ്മയുള്ളവനായി ദിക്റ് ചെയ്യുന്നവനായി മാറി എന്ന് വരും. ഒരു ഉത്ബോധനം, ഒരു ആയത്തിന്റെ പിൻബലത്തില് ഒരു തദ്കിറത്ത് നടത്തപ്പെടുമ്പോ ആ ഉപദേശം, ആ തദ്കിറത്ത് പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിക്കാണ് യതദക്കറു എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ അയാളോട് ചെന്ന് മയത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉപദേശം ഉൾക്കൊള്ളുന്നവനായി മാറിയേക്കും അയാൾ ഒരു പക്ഷെ. ഔ യക്ഷ. അതല്ലെങ്കിൽ അയാള് പേടി കാരണമായിട്ടുള്ള ഒരു നിലപാടെങ്കിലും അയാളിൽ നിന്നുണ്ടായെന്ന് വരാം. രണ്ട് സാധ്യതകളാണുള്ളത്. സത്യവിശ്വാസത്തിന്റെ ഏറ്റവും സുന്ദരമായ ചിത്രം മുന്നിൽ വരച്ച് കാണിക്കപ്പെടുമ്പോൾ അത് വലിയ പ്രതീക്ഷാ നിർഭരമായ ഒരു സന്തോഷ വാർത്തയായിട്ട് കാണുന്ന ആളുകളുണ്ട്. അവരതിനെ തെതുക്കിറത്തായിട്ട് ഉൾക്കൊള്ളും, ആ ഉപദേശത്തെ ഹൃദയ സ്വീകരിക്കും. വേറെ ചിലർക്ക് അത് സ്വീകരിക്കാതിരുന്നാലുള്ള അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ബോധം, അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം, അതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം സത്യമാർഗത്തിന് കീഴ്പ്പെടാൻ പ്രേരണയാവുന്നുണ്ടാവുക. അപ്പൊ രണ്ട് സാധ്യതകളാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ അയാൾ ഉപദേശം ഉൾക്കൊള്ളുന്നവനായി, തദ്കിറത്ത് ഉൾക്കൊള്ളുന്നവനായി, ഉത്ബോധനം ഉൾക്കൊള്ളുന്നവനായി എന്ന് വന്നേക്കാം. അതല്ലെങ്കിൽ അവൻ ഭയപ്പാട് കാണിക്കുന്നവനായി എന്നും വന്നേക്കാം. രണ്ടിലൊരു വികാരം അയാളിൽ പ്രവർത്തിച്ചെന്ന് വരാം. ഒന്ന്, പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരാളുടെ സന്തോഷ വാർത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം. രണ്ടാമത്തത്, ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതും മുന്നറിയിപ്പും ഒക്കെ അടങ്ങിയ ഈ പരിചയപ്പെടുത്തൽ, ഈ സംസാരം, അതിന്റെ ഫലമായിട്ട് മനസ്സിലൊരു ഭയം രൂപപ്പെട്ടു വന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളായി എന്ന് വരാം. രണ്ടിലൊന്നാവാം. അപ്പോ സൂറത്ത് ത്വാഹയിലെ 40 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് വിവരിക്കുകയുണ്ടായിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിക്കുന്ന വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ ആയത്തുകൾ അടങ്ങിയിട്ടുള്ളത്. ദീർഘമായ ഒരു സംസാരം അള്ളാഹു ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനോട് നടത്തുന്നു. അതിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭൂതകാലം, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ എത്തി നിൽക്കുന്ന അവസ്ഥ, അദ്ദേഹം ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള വളരെ ഭാരിച്ച ഉത്തരവാദിത്വം, അത് നിർവഹിക്കേണ്ട ശൈലി, രീതി, അതിന്റെ മെത്തഡോളജി ഒക്കെയാണ് ഇവിടെ വിവരിച്ചു കൊടുക്കുന്നത് അള്ളാഹു. മൂസ അലൈഹി ഇസ്ലാം ചരിത്രത്തിലെ വളരെ നിസ്തുലമായ ഒരു ദൗത്യം നിർവഹിച്ച പ്രവാചകനാണ് എന്നത് അദ്ദേഹത്തിന്റെ ആ ജീവിത കാണ്ഡം വിലയിരുത്തുമ്പോൾ നമുക്കൊക്കെ തന്നെ ബോധ്യപ്പെടുന്നു.
കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയാത്തുകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.